ലളിതമാണ് നമ്മുടെ ജീവിതം. ഒരു ചെറിയ കൈപ്പിഴ കൊണ്ടുപോലും അത് സങ്കീർണമായേക്കാം. കൊടുങ്കാറ്റിൽപ്പെട്ടതുപോലെ ആടിയുലഞ്ഞേക്കാം. അത്തരം ജീവിതാനുഭവങ്ങൾക്കാണ് ജീവിതം സാക്ഷിയിലൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ജീവിതം സാക്ഷിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത്തരമൊരു കഥയാണ് ജീവിതം സാക്ഷിയിലൂടെ അനിലയ്ക്കും വിജയനും പറയാനുള്ളത്. അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും കഥ. ആ കഥയിലേക്കാണ് ജീവിതം സാക്ഷി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പതിവ് പോലെ മറ്റൊരു കഥയുമായി ജീവിതം സാക്ഷിയിലേക്ക് അനിലയെ നമുക്ക് സ്വാഗതം ചെയ്യാം. വരൂ. വീട് എവിടെയാ? നാവാലിക്കുളം. മനസ്സിലായി. വീട്ടിലാരൊക്കെ ഉണ്ട് അനിലേക്ക്? നമ്മൾ മൊത്തം 4 പേര്. 4 പെൺപിള്ളേരാണ്. പിള്ളേർ എത്ര എണ്ണം ഉണ്ട്? 2 പേര്. എത്ര വയസ്സുണ്ട്? മോന് 10, മോക്ക് 8ാമത്തെ വയസ്സ്. ഓ, ഭർത്താവിൻ്റെ കൂടെയാണോ? ഇപ്പം ഞാൻ ആലുവയാണ്. ആലുവയിൽ എവിടെ? ജനസേവാ ശിശുഭവനിൽ. ഓ, എത്ര നാളായി ഇപ്പോൾ അവിടെ താമസിക്കുന്നു? 2 വർഷം കഴിഞ്ഞ്. എന്താ ഭർത്താവ് ഉണ്ടായിട്ട് അവിടെ പോയി താമസിക്കാൻ കാരണം? ഒരു പ്രശ്നം വീട്ടിലുണ്ടായതുകൊണ്ട്. ഭർത്താവിനെ വിട്ടിട്ട് അവിടെ പോയി താമസിക്കാനുള്ള പ്രശ്നം എന്താ? ചെറുതായിട്ടൊക്കെ കുടിക്കുമായിരുന്നു. അന്ന് കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇച്ചിരി ദേഷ്യം വന്നപ്പോൾ കുട്ടിയുടെ ഉള്ള ദേഷ്യത്തിന് ഒരടി കൊടുത്ത്. സ്വന്തം മക്കളെ ഒന്ന് അടിച്ചതിനാണോ മാറി താമസിക്കുന്നത്? ലവ് മാരേജ് ആയിരുന്നോ? സ്നേഹത്തിലാണ്. 2-3 വർഷം കൊണ്ട് നമ്മൾ സ്നേഹത്തിലായിരുന്നു. അപ്പോഴും ഞാൻ അംഗൻവാടിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ സ്നേഹത്തിൽ. അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഓട്ടോ ഓടിക്കുകയായിരുന്നു. എൻ്റെ ചേട്ടായിക്ക് അച്ഛനും അമ്മയില്ല. അവർ മൂത്തമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോഴും അവർക്ക് ഇഷ്ടമല്ല, 2 മതം ആയതുകൊണ്ട് വിവാഹം കഴിക്കാനായിട്ട്. അപ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഓട്ടോയിൽ അങ്ങനെ തട്ടിയെടുത്തോണ്ട് പോയി. എവിടെ വെച്ച് കല്യാണം കഴിഞ്ഞു? കല്യാണമായിട്ടില്ലായിരുന്നു, രജിസ്റ്റർ ചെയ്ത്. അതാ പറയുന്നത്, രജിസ്റ്റർ അല്ലേ കല്യാണം എന്ന് പറയുന്നത്. നാവായിക്കുളം. എവിടെ പോയി രജിസ്റ്റർ ചെയ്തു? നാവായിക്കുളത്തായിരുന്നു. നാവായിക്കുളം. അവിടെ രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്തോ? നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ വന്നിരുന്നു, രജിസ്റ്റർ ചെയ്തു. കുറച്ച് ദിവസമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ വാടകയ്ക്കായിട്ട് മാറി. വാടകയ്ക്ക് മാറി ഇങ്ങനെ താമസിക്കവേ പിന്നെ അനിയത്തി വന്ന് വിളിച്ചോണ്ട് പോയി എന്നെ. എൻ്റെ അനിയത്തി വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. അവരുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചോണ്ട് പോയി, അനിയത്തിയുടെ വീട്ടിൽ താമസിക്കാനായിട്ട്. ഭർത്താവ് നിങ്ങൾ 2 പേരും പോയി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കവേ എന്നെ എല്ലാവരും കൂടെ പറഞ്ഞു അവിടെ ഒരു ഓല മേഞ്ഞൊരു വീട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ താമസിക്കുകയായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് പെരയുടെ ഒന്നും വീതം ചെയ്ത് തന്നിട്ടില്ല. വീതം ചെയ്ത് തരാൻ അത് അപ്പച്ചിയും എൻ്റെ അച്ഛൻ്റെ മാമൻ്റെ മോനും കൂടെ ആ വസ്തുവിൽ പിണക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീതം ചെയ്ത് തരാൻ പറ്റിയില്ല. 4 പണിയിലേക്ക് സ്വത്തൊന്നും ഇല്ല ഇപ്പോൾ? ഇല്ല, ഇപ്പോഴും ഒരേ. അയാൾക്കുണ്ടോ? ഇല്ല, 2 പേർക്കും. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ തന്നെ ഇങ്ങനെ കുടിച്ചോണ്ട്. നിരന്തരം കുടിക്കൂല, വല്ലപ്പോഴും കൂടി വല്ല പാർട്ടികളെല്ലാം കൂടെയാണെങ്കിൽ കുടിക്കുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അംഗൻവാടിയിൽ പോയിട്ട് വീട്ടിൽ വന്ന് ആടുണ്ടായിരുന്നു, പുണ്ണാക്ക് തിളപ്പിച്ച്. അപ്പോൾ അതിൽ ഇങ്ങനെ ചട്ടുമായിട്ട് ഇളക്കി ആണ് ഞാൻ അവിടെ വെച്ചിരുന്നത്. ഇപ്പോഴും മോൻ പ്ലാവിലെ പറക്കി കൊടുത്തില്ലെന്നും ആട്ടിനിട്ട് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അത് പുള്ളി എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല അത് ചൂടാണ് എന്തരാണെന്ന്. അറിയാതെ അബദ്ധത്തില് അത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അപ്പോഴും ഒരു കുഴപ്പവും വീട്ടിൽ വഴക്ക ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല സന്തോഷത്തോടെ ചായ കുടിക്കാനായിട്ട് ഇന്നപ്പോഴും പറഞ്ഞ് കൊച്ചിനെ കുളിപ്പിച്ചിട്ട് ചായ കൊടുക്കാമെന്ന് പറഞ്ഞു 2 പേർക്കും. സ്കൂളിൽ നിന്ന് വന്നേല്ലേ ഉള്ളതെന്ന്. അപ്പോഴും കുളിപ്പിക്കാനായിട്ട് ഞാൻ തുണികളൊക്കെ മാറി കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് നിന്നപ്പോഴാണ് ഇതേ കണക്ക് പറഞ്ഞു. എന്താ നീ നാട്ടിന് പ്ലാവിലെ ഉറക്കി ഇട്ട് കൊടുക്കാത്ത എന്താന്ന് ചോദിച്ചപ്പം മോൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞു. എത്ര വയസ്സാ മോന്? മോന് അന്ന് 2ൽ പഠിക്കുകയായിരുന്നു. പോടാന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് ഒരടിയും കൊടുത്ത്. ചൂടുണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അത് ഇളക്കിയിട്ട് വെച്ചേക്കായിരുന്നു. അമ്മക്ക് വിറവ് കൊണ്ട് തീ പറ്റിക്കുന്ന അടുപ്പായിരുന്നു. അപ്പോഴാ കല്ലിലായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതെടുത്ത് ഒരടി കൊടുത്ത്
അപ്പോൾ അടിച്ച ഉടനെ എന്ത് പറ്റിയപ്പോൾ? അപ്പോഴാ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊള്ളി. ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അങ്ങ് അംഗൻവാടിയിൽ പോയി. അപ്പോഴ് അംഗൻവാടി പോയൊരു ഉച്ചയൊക്കെ ആയപ്പോഴും വിളിക്കുന്നു, ചേച്ചി ഫോൺ ചെയ്യുന്ന ഒന്ന് ഇവിടെ വരെ വരണമെന്ന്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ് അത് പത്രക്കാർ വന്ന്. പത്രക്കാരെങ്ങനെ അറിഞ്ഞു? പത്രക്കാരെങ്ങനെ അറിഞ്ഞെന്നും അറിയാൻ വയ്യ. പിന്നെ അവിടെ അംഗൻവാടിയിൽ ആരോടും പറഞ്ഞോ? ഇല്ല, ആരുടെ ഞാൻ പറഞ്ഞില്ല. ഒരു വീട്ടിൽ നടക്കുന്ന മുറ്റത്ത് നടക്കുന്ന എങ്ങനെയാ വീട്ടിന്റെ അപ്പുറം ഉള്ളവരൊക്കെ അറിഞ്ഞ്. അത് എൻ്റെ ഒരു ചേട്ടന്റെ വഴക്കായി അടിച്ചതിന്? ഇല്ല, ഒരു വഴക്കും ഉണ്ടായില്ല. പിന്നെ അപ്പുറത്തുള്ളവരെങ്ങനെ അറിഞ്ഞു? അപ്പോഴേ എൻ്റെ ചോദിച്ച് കൊച്ചു കരഞ്ഞപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്കിത് വെച്ച് അറിയാതെ ചേട്ടടുത്ത് അടിച്ച് എന്ന് ഞാൻ അവരുടെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അവരായിരിക്കും അങ്ങ് റോഡിലൊക്കെ ചെന്ന് പറഞ്ഞതാണെന്നാണ് എൻ്റെ തോന്നല്. അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമല്ലതുകൊണ്ട്? എൻ്റെ ചേട്ടായിയുടെ വിരോധം ഉണ്ട് അവർക്ക്. അവർക്ക് വിരോധം ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ പുറത്ത് മനഃപൂർവ്വം പത്രക്കാരെ വരുത്തിയായിരുന്നു. അങ്ങനെ അംഗൻവാടിയിൽ നിന്ന് വരാൻ പറഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് സ്റ്റേഷന്മാരെ ചെല്ലാൻ പറഞ്ഞു. സ്റ്റേഷന്മാരെ ചെന്നപ്പോഴും പറഞ്ഞ് ഈ പേപ്പറിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. കൊച്ചി എവിടെയായിരുന്നു? മോൻ വീട്ടിലുണ്ട്. അപ്പോഴും ഞങ്ങളെ മാത്രം വിളിച്ചോണ്ട് പോയി പോലീസുകാര്. അപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാണ് ഒപ്പിടുന്നത്, എനിക്ക് അത്ര ഞാൻ ഹെൽപ്പറായിട്ടാണ്, എനിക്ക് അത്ര ഇതായിട്ട് വായിക്കാനൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഇവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് 2-3 വരി മാത്രം അതിലെഴുതിയിരുന്നു. വായിച്ച് കേട്ടോ? വായിപ്പിച്ചില്ല? ഒന്നും വായിച്ചില്ല. ഒപ്പിടാൻ പറഞ്ഞ് ഇട്ടില്ലെങ്കിൽ നീ അകത്താവുമെന്ന് പറഞ്ഞ്. എന്ത് കാര്യാന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. അപ്പോഴും അത് പത്രക്കാരെ നാട്ടുകാർ വിളിച്ചാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ പേപ്പർ. അങ്ങനെ അല്ലെന്നാ പോലീസ് ഈ പത്രക്കാരോട് പറഞ്ഞില്ലേ? പത്രക്കാരും കേൾക്കുന്നില്ല, പോലീസും കേൾക്കുന്നില്ല. പത്രക്കാർക്ക് എന്താ അത്രയും വിരോധം? എന്താ അതറിയത്തില്ല. ആരാണ് നിർബന്ധിച്ച് ഒപ്പിടിച്ചത്? അത് സ്റ്റേഷനിൽ നിന്ന് പോലീസ് തന്നെ. അയാളുടെ പേരറിയാമോ? പേരെനിക്കറിയത്തില്ല. അങ്ങനെ ഇടാൻ പറഞ്ഞ് നിർബന്ധിച്ചിടിപ്പിച്ചതാണ്. ഇടാൻ പറഞ്ഞ ഇട്ടില്ലെങ്കിൽ അകത്താവുമെന്ന് പറഞ്ഞ്. അയ്യോ, അങ്ങനെ ഞാൻ ഇട്ടു. പക്ഷെ അതിൽ 2-3 വരികളെ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ലാതെ ഒരു 2 മലയാളത്തിലായിരുന്നു എഴുതിയത്. എന്തായിരുന്നു അതില്? എനിക്ക് അത്ര ഞാൻ വായിച്ചു നോക്കാനും താമസിച്ചില്ല. ഇടെന്നും പറഞ്ഞോണ്ട് അറിയില്ല. പിന്നെ അത് ഏറ്റവും പേപ്പറിന്റെ അടിഭാഗത്താണ് എന്നെ ഒപ്പിടിച്ചത്. ബാക്കി ഇനി എഴുതാനായിട്ട് കിടന്നായിരുന്നു. അപ്പോഴും എന്താണ് എഴുതി ചേർത്തെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം വന്ന് ഇങ്ങനെ കയ്യെത്തിട്ട കാര്യം ജയനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ചേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ ഒരു പെങ്ങളെ കല്യാണത്തിനായിട്ട് പോയിരുന്നു. അപ്പൊ വന്നോടനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ജയൻ എന്ത് പറഞ്ഞു? അത് ഞാൻ അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്, നീ കേസ് കൊടുത്ത. ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല, അവങ്കിൽ നിന്റെ വീട്ടുകാരായിരിക്കും കൊടുത്താൽ. പറഞ്ഞു എൻ്റെ വീട്ടുകാരെയും കുറ്റം പറയേണ്ട, അവരും കൊടുത്തില്ല. അവരെന്നോട് വിളിച്ച് ചോദിക്കണേ ചെയ്തത് കൊടുത്താണ്, ഞാൻ കൊടുത്തിട്ടില്ല. അതിനാണോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത്? അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ? അത് പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടായില്ല. ഇനി എന്നെ നോക്കത്തില്ലെന്ന് പറഞ്ഞ്. മദ്യപാനം അതിനുശേഷമാണോ തുടങ്ങിയത്? അതിനുശേഷം ഭയങ്കര മദ്യപാനം തുടങ്ങി. പിന്നെ ആ സംഭവത്തിന് ശേഷം എത്ര കാലം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചു? അതിനുശേഷം താമസിച്ചില്ല ഞാൻ. അല്ല, അന്ന് തന്നെ നിങ്ങൾ സ്ഥലം വിട്ടു? അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ കല്യാണം പോവാൻ പറഞ്ഞോ? ഇല്ല, കല്യാണത്തിന് പോയതാണ്. കല്യാണത്തിന് പോയിട്ട് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞപ്പോഴേ മനസ്സ് വിഷമിച്ച് അപ്പോഴേ ഇറങ്ങിപ്പോയി. മനസ്സ് വിഷമിച്ച് അവര് കുറെ നേരം റോഡിലായിട്ട് പോയിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോഴേ എനിക്കൊരു വിഷമം വന്ന്, എന്നെ ഇനി നോക്കത്തില്ലല്ലോ എന്ന് ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികളെയും കൊണ്ട്. ജയൻ അവരെ ബന്ധുക്കളെല്ലാം വിട്ടിട്ട് വന്നത്? ബന്ധുക്കളില്ല, അച്ഛനും അമ്മയില്ല. ഇല്ല, എന്നാലും കുറെ ബന്ധക്കാരൊക്കെ വിട്ടിട്ടില്ല. മുത്തേമ്മയുണ്ട്, അത് എന്നെ വിവാഹം കഴിച്ചോടുകൂടി അവരാരും മിണ്ടത്തില്ല, അവരെ വീട്ടിലും കയറ്റയില്ല. അപ്പോൾ അനില മാത്രമല്ലേ ഉള്ളൂ, എന്നിട്ടും അങ്ങനെ വിട്ടിട്ട് പോയത് എന്തിനാ? ഒരു കുടുംബത്തിലൊരു ചെറിയ വഴക്കിന് വേണ്ടി. അപ്പോൾ അനിലയുടെ ബന്ധുക്കളോട് അനില ചേർന്നു അല്ലേ? നിങ്ങളുടെ സിസ്റ്ററുടെ കൂടെയൊക്കെ ചേർന്നു. അവരൊക്കെ പറയുന്നത് വിട്ടുകളഞ്ഞല്ലോ എന്ന് വിചാരിച്ച്. അല്ല, അങ്ങനെയല്ല, ഭർത്താവിനൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയൊക്കെയാണ് വിട്ടിട്ട് പോകുന്നത്. വിട്ടിട്ട് പോകാൻ പിന്നെ അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കണക്ക് വണ്ടിയിൽ വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, പോലീസ് പിടിച്ചെന്നവരെ. എന്നിട്ടും പോയി പറഞ്ഞില്ലേ ഇതൊക്കെ അയാൾ അറിയാതെ ചെയ്താണ്, അയാൾ ചെയ്തിട്ട്? ആവുന്ന കണക്ക് ഞാൻ വിധത്തിൽ പറഞ്ഞു നോക്കിയപ്പോൾ SI കേൾക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞോ? എന്നിട്ട് ഞാൻ അനിയത്തിയുടെ വീട്ടിൽ പോലീസിനെ പേടിച്ച് അതിൻ്റെ അകത്ത് കിടന്നിട്ട് അവിടെ ഒന്ന് തുറയടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന്
ഒരു ദിവസം അവിടുന്ന് പിടിച്ചിറക്കി എന്നെ ഇറങ്ങെന്ന് പറഞ്ഞോണ്ട് അവൻ അതിൻ്റെ അകത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞു. അവന് തെറ്റും ചെയ്തില്ലല്ലോ, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് വേറെ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ടും കേൾക്കൂല. ഈ പോലീസുകാർ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവർക്ക് എൻ്റെ ഏട്ടായിരെ ആൾക്കാരൊക്കെ അവരുടെ വിരോധമാണ്. എന്നെ വിളിച്ചുകൊണ്ട് ചെന്നോടുകൂടി എല്ലാവരും പറയും കൊണ്ടാക്ക്. പിന്നെ ഒരു ദിവസം അളി കുറച്ച് പൈസയായിട്ട് വന്ന്, പൈസ വേണമെങ്കിൽ തരാം അവനെ ഒഴിഞ്ഞു കൊടുക്കാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞില്ല, അവളെയും കുട്ടികളെയും വിട്ട് ഞാൻ വരത്തില്ല, എനിക്ക് നിങ്ങളെ പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കൊണ്ട് തന്ന് പൈസ. അല്ല, ഇത്രയും സ്നേഹം ഇത്രയും ഉള്ളൊരു ജയനാണോ ഉപേക്ഷിച്ചിട്ട് പോയത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്തല്ലേ ഒരു ഭാര്യയുടെ ആവശ്യം? അപ്പോൾ ഓരോ സ്റ്റേഷനിൽ പോയി പറയണ്ടേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനല്ലേ? ഒരു കഷ്ടകാലത്തിലെ ഒരു ഭാര്യയുടെ ആവശ്യം. ഇത്രയും കാലം നല്ലപോലെ ചെലവിനൊക്കെ കൊടുക്കുമായിരുന്നോ? എല്ലാം എനിക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അങ്ങനെ ഒരാളെ വിട്ടിട്ട് പോവാമോ അനിയില്ലേ? ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? അയ്യോ പോകണ്ടല്ലോ എന്ന്.